കേരള പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ ഞാനെന്തോ കാസർഗോഡ് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു റൂമറൊക്കെ ഇറങ്ങുന്നുണ്ട്. കാസർഗോഡിലെ സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിലാണ്, അത് ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ചർച്ചയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സത്യമായിട്ടും ഞാൻ രാഷ്ട്രീയത്തിക്കില്ല. ഈ ജീവിതത്തിൽ ഒരു MLA-ക്കോ ഒരു MP-ക്കോ ഒരു മന്ത്രിക്കോ കിട്ടുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. കാരണം എന്നെ മറ്റുള്ള ജനങ്ങളുടെ മുന്നിലുള്ള എനിക്കുള്ള സ്ഥാനം, അത് ഞാൻ പറയാം ഒരു രാഷ്ട്രീയ പ്രതിനിധിക്കോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇന്ന് കേരളത്തിലെ ഓരോ മനുഷ്യനും എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ കിട്ടുന്നതിനേക്കാളും വലിയ സ്ഥാനമാനങ്ങൾ കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ MP ആവാനോ അല്ലെങ്കിൽ MLA ആവാനോ അല്ലെങ്കിൽ ഒന്നിനും ഞാനില്ല. അത് ആരോ ഇറക്കി വിട്ട ഒരു സംഭവമാണ്. ഞാൻ കാസർഗോഡ് മത്സരിക്കാൻ പോകണു അങ്ങനെ എന്നൊക്കെ ആരോ ഇറക്കിയിട്ട് എനിക്കറിയില്ല ആ ഒരു കാര്യം. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ പ്രതിനിധികൾ എനിക്കെതിരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളും വാർത്തകളൊക്കെ പഠിച്ചുവിടുന്നത് ഞാൻ കണ്ടു. സത്യമായിട്ടും അത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ മുന്നിലേക്ക് ആര് ഒരു കേസുമായിട്ട് വന്നാലും ഞാനത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരുപാട് MLA-മാർ ഓരോ കേസ് പറഞ്ഞിട്ടുണ്ട്, ഞാനതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വരുന്നത് ആരാണോ രാഷ്ട്രീയം നോക്കാതെയാണ് ഞാൻ ചെയ്യല്. അതിപ്പോൾ ഇന്ന പാർട്ടിൻ്റെ ആളാണെന്നൊന്നും ഞാൻ നോക്കലില്ല. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു, പലർക്കും തോന്നുന്നു ഞാൻ ഇന്ന പാർട്ടിയിലേക്ക് പോകും അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം, ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കിനി ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ വലിയൊരു അംഗീകാരം ഈ ഭൂമിയിൽ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ മാറ്റി നിർത്തരുത്. ഞാൻ എവിടെയും മത്സരിക്കാനില്ല, ഞാൻ ഒന്നിനുമില്ല, ഞാനിപ്പോൾ ഈ പോകുന്ന പോലെ പോകണം. അപ്പോൾ അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കണം. ആ രീതിക്കുള്ള ഒരു റൂമർ കൂടി വരുന്നുണ്ട്, ഫിറോസ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, അങ്ങനെ ഇതിലേക്ക് പോകുന്നു. ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ എവിടത്തേക്കും ഇല്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനവുമായിട്ട് തന്നെ അവസാനം വരെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെയാണ് ഈ പറയുന്നത്. അനാവശ്യമായ റൂമറുകൾ, അനാവശ്യമായ ചർച്ചകൾ, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാം, ഫിറോസിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊറ്റ വാക്കിൽ നിങ്ങൾ പറഞ്ഞോ, ആ വാക്കിൻ്റെ പുറകെ ഞാനുണ്ട്. കാരണം ഈ ഫേസ്ബുക്കിനകത്തുള്ള എൻ്റെ സുഹൃത്തുക്കളായ 5 ലക്ഷം പേർക്കും ഒറ്റ വാക്കിൽ പറയാം, ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല. നിങ്ങൾ പറയുന്ന വാക്ക് എന്താണോ അത് തന്നെയാണ് ഫിറോസിൻ്റെത്, അതിൻ്റെ അപ്പുറത്തേക്കൊരു വാക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചോളൂ. കാരണം നിങ്ങളുടെ വാക്കിനെ തട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നിൽക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും തീർച്ചയായും ഇതുപോലുള്ള നിങ്ങളുടെ സഹായങ്ങൾ, സപ്പോർട്ടുകളൊക്കെ എന്നും ഉണ്ടാവണം. ഈ പേജ് നമുക്ക് മാക്സിമം റീച്ച് ചെയ്യണം. ഫേസ്ബുക്ക്